അങ്ങനെ ചാമ്പ്യൻഷിപ്പ് ട്രോഫിയുടെ 2 കളി കഴിഞ്ഞു. നേരത്തെ കളി ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഈ ലാസ്റ്റ് 2 കളി മുതലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. നഷ്ടമോ ലാഭമോ ഒന്നും ഉണ്ടായിട്ടില്ല. ആണുങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നെ നമുക്ക് ഇന്ന് പെണ്ണുങ്ങളുടെ കാര്യം നോക്കിയാലോ. വുമൻസ് IPL. ഇവർക്കെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയുമോ ഇന്നെ? എന്നത്തെയും പോലെ തന്നെ 20 ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. പതിനാല് ഓവർ ആകുമ്പം GG 118-ന് 2. മോണി നല്ല കളിയാണ് കളിക്കുന്നത്. പണി പാളും മിക്കവാറും. എന്റെ ആദ്യത്തെ റാങ്കിങ് 12.5 ലക്ഷത്തിനടുത്താണ്. ഈ കളി 3G ആയ അവസ്ഥയാണ്. GGയുടെ ഓവർ കഴിയുമ്പം, അവരുടെ കളി കഴിയുമ്പം അവർ 186-ന് 5. UPW 1 വിക്കറ്റ് പോവുകയും ചെയ്തു. അവരുടെ എന്ത് കളിയാണ് ഇവർ കളിക്കുന്നത്. എന്റെ ടീമിൽ ഒരെണ്ണം 9 ലക്ഷത്തിലേക്ക് അടുത്ത് വന്നിട്ടുണ്ട്. അതായത് 13 ലക്ഷത്തിൽ നിന്ന് 9 ലക്ഷത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ബാക്കി നോക്കാം. UPWയുടെ 6 വിക്കറ്റ് പോയി 10 ഓവറിൽ. ടീമിന്റെ അവസ്ഥ ഒരു മുന്നേറ്റം ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. റാങ്കിങ്ങിലേക്ക് ഒരു മുന്നേറാൻ സാധിക്കുന്നില്ല. ഒരു 10,000-ലേക്ക് എത്താനോ ഒന്നും പറ്റിയിട്ടില്ല ഇതുവരെ. അങ്ങനെ ഈ കളി അവസാനിച്ചിരിക്കുകയാണ്. 105-ന് UPW ഔട്ടായിരിക്കുന്നത്, ഓൾ ഔട്ടായി. എന്റെ ടീം ഏകദേശം ഓൾ ഔട്ടായ അവസ്ഥയാണ്. കാരണം എനിക്ക് 9 ടീം മാത്രമാണ് എനിക്ക് കിട്ടിയത് 20 ടീമിൽ. ബാക്കി 11 ടീം എനിക്ക് ലോസായി. $950 ഇൻവെസ്റ്റ് ചെയ്തതിൽ എനിക്ക് തിരിച്ചു കിട്ടിയത് ആകപ്പാടെ 441 രൂപയാണ്. 539 രൂപ നഷ്ടം. അങ്ങനെ പെണ്ണുങ്ങൾക്കും എന്നെ രക്ഷപ്പെടുത്താനായില്ല. അങ്ങനെ പെണ്ണുങ്ങൾക്കും രക്ഷപ്പെടുത്താനാകാതെ വീണ്ടും ഒരു 3G ആയിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സെമിഫൈനലാണ്. നമുക്ക് അവിടെ വെച്ച് കാണാം.